ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം BGMI നെക്സ്റ്റ് വരാൻ പോകുന്ന റോയൽ പാസിൻ്റെ റിവാർഡൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഏത് അപ്ഗ്രേഡബിൾ ഗണ്ണാണ്, ഏത് വെഹിക്കിൾ സ്കിന്നാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക. അപ്പം ഇതൊക്കെയാണ് മെയിൻ ഐറ്റംസ്. അപ്പം മെയിൻ ഔട്ട്ഫിറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഔട്ട്ഫിറ്റ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൽക്കാലം ഹെഡ് ഗിയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സെറ്റായി. ഇതാണ് ആദ്യം കിട്ടുന്ന ഔട്ട്ഫിറ്റ്. RP എടുക്കുന്നവർക്ക് ഔട്ട്ഫിറ്റ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഡീസൻറ്റ് ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മൾ അല്ലറ ചില്ലറ ബാക്കി റിവാർഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നെ ഒരു ഗണ്ണിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ഇത് M60 A4 സ്കിന്നാണ്. സ്കിൻ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RP 15 എത്തുമ്പോൾ ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ലൈക്ക് ഇത് ഫ്രീ റോയൽ പാസ് ഉള്ളവർക്ക്, അതായത് RP എടുക്കാത്തവർക്ക് ഇത് കിട്ടും. നൈസ് ഒരു ഇമോട്ട്. ഒരു ബാക്ക് ഫ്ലിപ്പ് അടിക്കാൻ നോക്കി അത് ഫെയിലിയറായിട്ട് അങ്ങനെയൊക്കെ തട്ടിക്കുട്ടിക്കൊണ്ട് വരുന്നത് ഒരു ഫണ്ണി ടൈപ്പ് ഇമോട്ടാണ്. കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ഫ്ലൈറ്റിൻ്റെ സ്കിന്നും കൂടെ വരുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ സ്കിന്ന് കൊള്ളാം, കുഴപ്പമില്ല. ബട്ട് എന്തോ ഒരിതുപോലെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഹെൽമെറ്റിൻ്റെ സ്കിൻ വരുന്നുണ്ട്. അത് 20 എത്തുമ്പോൾ. ഹെൽമെറ്റിൻ്റെ സ്കിൻ അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരു ബണ്ണി ടൈപ്പ് ഹെൽമെറ്റാണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത്. ലെവൽ 2 ലെവൽ 1 ഒക്കെ. പിന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ RP ലെവൽ 25 എത്തുമ്പോൾ ഫ്രീ പാസിൻ്റെ അകത്ത്, അതായത് RP എടുത്തവർക്ക് എല്ലാം കിട്ടും. ഒരു പാരഷൂട്ടിൻ്റെ സ്കിന്ന് RP 25 എത്തുമ്പോഴാണ്. ഇതാണ് പാരഷൂട്ട്. ഓക്കെ, അപ്പോൾ പാരഷൂട്ടിൻ്റെ സ്കിൻ ഇല്ലാത്തവർക്ക് ഒരു സ്കിന്ന്. പിന്നെ നമ്മൾ നോക്കുമ്പം നമുക്ക് RP 30 എത്തുമ്പോൾ നമുക്ക് സ്കോർപ്പിയൻ്റെ ഒരു സ്കിന്ന് പറ്റുന്നുണ്ട്. ഇതാണ് സ്കോർപ്പിയൻ്റെ സ്കിന്ന്, കൊള്ളാം. പിന്നെ നമ്മുടെ മിത്തിക് ഇമോട്ട് ഒരു മെഷർമെൻറ്റ് എടുക്കുന്ന കണക്കത്തെ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RP 40 എത്തുമ്പം നമ്മുടെ ആ മെഷർമെൻറ്റ് കാണിച്ച ഇതില്ലേ, ആ ഇമോട്ടിന് സൂട്ടാവുന്ന ഔട്ട്ഫിറ്റ്. അപ്പം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട്ഫിറ്റ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റ് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. അതിൻ്റെ ഹെഡ് ഗിയറും കൊള്ളാം. ഈ ഹെയറിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഐറ്റം എക്സ്ട്രാ വെക്കുന്നത് എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടമല്ല. ഹെയർ മാത്രം ഇടുന്നാലും എനിക്ക് ഓക്കെയാണ്. ഇതൊരുമാതിരി ഔട്ട്ഫിറ്റ് കുഴപ്പമില്ല. മിത്തിക് ഔട്ട്ഫിറ്റാണ്, അതിൻ്റേതായിട്ടുള്ള അഹങ്കാരമൊന്നുമില്ല. അപ്പം ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ, നമ്മളില്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ഫിറ്റ് അതാണ്. പിന്നെ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഹെഡ് ഗിയറാണ് 45 എത്തുമ്പം. ഓക്കെ, പിന്നെ നമുക്ക് ഗണ്ണിൻ്റെ സ്കിന്ന് മാക്സ് ആക്കുമ്പം ഇങ്ങനെയാണ് എൻ്റെ കിൽ മെസ്സേജ്. എനിക്ക് കിൽ മെസ്സേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ഗണ്ണിനായിപ്പോയി, ഈ മ്യൂട്ടൻറ്റ് MK47 എന്ന് പറയുന്ന ഈ ഒരു ഗണ്ണിനായിപ്പോയി എന്നൊരു പോരായി മാത്രമേ ഉള്ളൂ. പക്ഷേ കിൽ മെസ്സേജ് എനിക്ക് നല്ല കണക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ RP 55 എത്തുമ്പം ഒരു ഇമോട്ട് കൊള്ളാം, നല്ല രസമുണ്ട് ഇമോട്ട്. ഒരു ഫണ്ണി ടൈപ്പ് ഇമോട്ടാണ്. പിന്നെ നമുക്ക് നമ്മുടെ VSSൻ്റെ സ്കിന്ന്. ഈ ഗണ്ണൊക്കെ ഇപ്പോഴും ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ, ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് കണ്ട കാലം മറന്നു. ഓക്കെ, പിന്നെ നമുക്ക് RP 60 എത്തുമ്പം ഒരു ബാക്ക് പാക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. ബാക്ക് പാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു, ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ആദ്യമേ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഓക്കെ, ബാക്ക് പാക്ക് കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു സ്കേരി ടൈപ്പ് ബണ്ണി കൊള്ളാം. ലെവൽ 4 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ലെവൽ 3 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് എനിക്ക് എന്തൊക്കെയോ മിസ് ചെയ്യുന്ന നമുക്കൊരു ഫീല്, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് അടിച്ച് നോക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ലൈക്ക് ആ ഒരു അവതാർ ഇമേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ലൈക്ക് എല്ലാം കറക്റ്റാണ്. ഇതാണ് ആ ഒരു അവതാർ ഇമേജ് ഈ RPയുടെ. പിന്നെ ഫ്രീ ഔട്ട്ഫിറ്റ്, അതായത് RP എടുക്കാത്തവർക്ക് കിട്ടുന്ന ഫ്രീ ഔട്ട്ഫിറ്റ്. ഇത് ക്യാമലിൻ്റെ സ്കിന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ അകത്ത് ക്യാമലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ സ്കിന്നാണിത്. പിന്നെ ഇത് വൗമൂഡിൽ ഉപയോഗിക്കാം. ഇത് കഴിയുമ്പോഴത്തേക്ക് പോകുമല്ലോ, ഇവൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ക്യാമൽ പോകുമല്ലോ. പിന്നെ ഫ്രീ പാസ് എടുത്തോടുള്ള ഔട്ട്ഫിറ്റ് ഇതാണ്. അതിൻ്റെ ഹെഡ് ഗിയർ ഓൾറെഡി നമ്മൾ നേരത്തെ കാണിച്ചു, അത് തലയിൽ ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇതിൻ്റെ സ്കിന്ന്, നമ്മുടെ വെഹിക്കിളിൻ്റെ സ്കിന്ന്. ഇതാണ് ഈ അപ്ഡേറ്റിലെ വെഹിക്കിളിൻ്റെ സ്കിന്ന്. ക്യാമലിൻ്റെ മാത്രമല്ല മുതലാളി, നമുക്ക് വേറൊരു വെഹിക്കിളിൻ്റെ സ്കിന്നും കൂടെ തന്നിട്ടുണ്ട്. അതെന്തോ വലിയ ഭാഗ്യം. ബണ്ണി ടൈപ്പ് ഒരു ഇതാണ്, ബാക്കി വാലൊക്കെ ഉണ്ട്. നമ്മുടെ ഷാജി പപ്പൻ്റെ വണ്ടിക്കൊരു സ്കിന്ന്. പിന്നെ ലെവൽ 80 എത്തുമ്പം നമുക്ക് ഫ്രീ പാസ് ഉള്ളവർക്ക് ഒരു ഇത്. പിന്നെ സ്മോക്കിൻ്റെ ഒരു സ്മോക്കിൻ്റെ സ്കിന്ന് കൊള്ളാം, ഒരു ക്യാരറ്റ് ടൈപ്പ്. പിന്നെ ഗണ്ണിൻ്റെതും കൊള്ളാം. ഇമോട്ട് ഇതാണ്. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ഒരു സ്കേരി ടൈപ്പ് ഇമോട്ടാട്ടോ, ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതി കണ്ടോ, ഇങ്ങനെ ഒടിഞ്ഞും പറഞ്ഞൊക്കെ വരുന്നൊരു ടൈപ്പ് ഇമോട്ട് കൊള്ളാം. അപ്പോൾ മെയിൻ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ സൂപ്പറായിരിക്കും അത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RP 90 എത്തുമ്പം നമുക്ക് ഒരു AKMൻ്റെ ആണെന്ന് തോന്നുന്നു, അല്ല AKMൻ്റെ അല്ല, M762ൻ്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക്
നേരെ നമ്മുടെ ഔട്ട്ഫിറ്റാണ്. ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കാം. അതിട്ട് നോക്കുമ്പോൾ ആ ഇമോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഒരു സ്കേരി ടൈപ്പ് ബണ്ണിയാണ്, ക്യൂട്ട് ബണ്ണിയൊന്നുമല്ല. കണ്ടോ, പേടിപ്പിക്കുകയാണ് നമ്മളെ. ആ ഒരു സ്കേരി ടൈപ്പ് ഇമോട്ടുമാണ് വന്നേക്കുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബണ്ണിയുടെ ഒരു ഭാഗത്ത് എല്ലൊക്കെ കാണാം. കണ്ടോ, ചുമ്മാ അല്ല, ഒരു സ്കേരി ടൈപ്പ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ക്യൂട്ടല്ല, ഇച്ചിരി ഹൊറർ വൈബാണ്. ഇനി നമുക്ക് നമ്മുടെ RP ക്രേറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ജസ്റ്റ് RP ക്രേറ്റ് കൊണ്ടൊന്ന് എടുത്ത് കാണിച്ചേക്കാം. മുമ്പ് നമ്മൾ RPയുടെ വീഡിയോ ചെയ്തപ്പോൾ RP ക്രേറ്റ് കാണിച്ചില്ലെന്ന് പരാതിയുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഔട്ട്ഫിറ്റ് ഇതാണ് നമ്മുടെ ആനിവേഴ്സറി സമയത്തുള്ള, അതായത് സീസൺ 6 ഔട്ട്ഫിറ്റ്. പിന്നെ സീസൺ 2 ഔട്ട്ഫിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ബണ്ണി ടൈപ്പ് ഔട്ട്ഫിറ്റ് ഇത് പണ്ട് വന്നതാണ് സീസൺ 2. ആ ഒരു ഔട്ട്ഫിറ്റ് ഇപ്പോൾ ഓർപ്പിക്കുന്ന രീതിയിലാണ് പുതിയ ഔട്ട്ഫിറ്റ് വന്നേക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ പഴയ റിവാർഡുകളൊക്കെയാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ RPയിലെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം RP എന്ന് വരുമെന്ന് ചോദിച്ചാൽ 19-ാം തീയതിയാണ് RP വരുന്നത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.